നമസ്കാരം. പാലക്കാട് ജില്ലയിലെ പുതുനഗരത്തിൽ ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾ അനുസരിച്ച് ജിം പ്രവർത്തിക്കുന്നുവെന്ന സോഷ്യൽ മീഡിയ പ്രചാരണത്തിനെതിരെ BJP പോലീസിൽ പരാതി നൽകി. പൊതുവാണിജ്യ സ്ഥാപനങ്ങളിൽ മതപരമായ നിയന്ത്രണങ്ങളും വേർതിരിവുകളും കൊണ്ടുവരുന്നത് വർഗീയ ധ്രുവീകരണത്തിനും ക്രമസമാധാന തകർച്ചയ്ക്കും കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയത്. സംഭവത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി കേസെടുക്കണമെന്നാണ് BJPയുടെ ആവശ്യം. പുതുനഗരത്തിൽ കഴിഞ്ഞ 15 വർഷമായി പ്രവർത്തിക്കുന്ന ASB ജിം അടുത്തിടെ നവീകരിച്ചിരുന്നു. ഇതിനു പിന്നാലെ ജയ് ഹർലി, നവാസ് മുത്തൂറ്റി എന്നീ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ വഴി പുറത്തുവന്ന പ്രൊമോഷണൽ വീഡിയോയാണ് വിവാദങ്ങൾക്ക് കാരണമായത്. ഈ ജിം ഇനി മുതൽ പൂർണ്ണമായും ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുകയെന്ന് വീഡിയോയിൽ ഉടമസ്ഥർ അവകാശപ്പെടുന്നു. കേരളത്തിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു സംരംഭം ആദ്യമായിട്ടാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ജിമ്മിൽ നടപ്പിലാക്കാൻ പോകുന്ന പ്രധാന നിയമങ്ങൾ ഈ പറയുന്നവയാണ്. ജിമ്മിനുള്ളിൽ പാട്ടുകൾ ഉണ്ടായിരിക്കുന്നതല്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുമിച്ച് പരിശീലനം ഉണ്ടായിരിക്കില്ല. ഇരു വിഭാഗത്തിനും പ്രത്യേക സമയക്രമം ഏർപ്പെടുത്തും. ഇസ്ലാമിക നിയമപ്രകാരം നഗ്നത അല്ലെങ്കിൽ മറയ്ക്കപ്പെടേണ്ട ശരീരഭാഗങ്ങളെ സൂചിപ്പിക്കുന്ന ഔറത്തുകൾ പൂർണ്ണമായി മറച്ചുകൊണ്ടുള്ള കർശനമായ വസ്ത്രധാരണ രീതി പാലിക്കണം. ജിമ്മിനുള്ളിൽ വെറുതെയുള്ള സൗഹൃദ സംഭാഷണങ്ങൾക്കും ചർച്ചകൾക്കും നിയന്ത്രണമുണ്ട്. ഇവയൊക്കെയാണ് പുതിയ പരിഷ്കാരപ്രകാരമുള്ള നിയമങ്ങൾ. അതേസമയം ഈ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറുള്ള മറ്റു മതസ്ഥർക്കും ജിമ്മിൽ പ്രവേശനമുണ്ടായിരിക്കുമെന്നും വലിയ ലാഭം മാത്രം ലക്ഷ്യമിട്ടല്ല തങ്ങളിത് നടത്തുന്നതെന്നും ഉടമസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ കേരളത്തിലുണ്ടായ തീവ്രവാദ നെറ്റ്വർക്കുകളുടെ സാന്നിധ്യവും നിരോധിക്കപ്പെട്ട PFI, സിമി തുടങ്ങിയ സംഘടനകളുടെ ചരിത്രവും കണക്കിലെടുക്കുമ്പോൾ പൊതു ഇടങ്ങളിൽ ഇത്തരം കടുംപിടുത്തങ്ങൾ കൊണ്ടുവരുന്നത് കർശനമായ സുരക്ഷാ നിരീക്ഷണത്തിന് വിധേയമാക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ഭാരതീയ ന്യായ സംഹിത 2023 സെക്ഷൻ 196, സെക്ഷൻ 197, സെക്ഷൻ 353 എന്നിവ പ്രകാരം കേസെടുക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. സംഭവത്തിൽ കടുത്ത രാഷ്ട്രീയ വിമർശനവുമായി മുതിർന്ന BJP നേതാവും MLA രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നു. ഈ അപകടകരമായ നീക്കത്തെക്കുറിച്ച് BJP NDA മുന്നണി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. നിലവിലെ കോൺഗ്രസ്, ലീഗ്, ജമാഅത്തെ ഇസ്ലാമി സർക്കാർ കേരളത്തിൻ്റെ ചില ഭാഗങ്ങളെ താലിബാൻ വൽക്കരണത്തിലേക്ക് നയിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. രാജ്യത്തെ നിയമങ്ങൾക്കും ഭരണഘടനയ്ക്കും തീർത്തും വിരുദ്ധമായി തീവ്ര ഇസ്ലാമിക നിലപാടുകളുള്ള ചില പോക്കറ്റുകൾ ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ ഇത് കാരണമാകും. പ്രീണന രാഷ്ട്രീയം കാരണം തീവ്ര ചിന്താഗതിയുള്ള ഗ്രൂപ്പുകൾക്ക് നിയമത്തെ ഭയമില്ലാതായിരിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുൻപ് സംസ്ഥാനത്തെ ഇത്തരം അട്ടിമറി നീക്കങ്ങൾ തടയാൻ മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറാകണമെന്നും പ്രീണന രാഷ്ട്രീയം ഉണ്ടാകില്ലെന്ന വാക്ക് പാലിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. അതേസമയം ലാഭം മുന്നിൽ കണ്ടോ വലിയ വരുമാനം നേടാൻ കഴിയുമെന്ന് ലക്ഷ്യമിട്ടുകൊണ്ടോ അല്ല ജിം നടത്തുന്നതെന്നാണ് ഉടമസ്ഥർ അവകാശപ്പെടുന്നത്. പാലക്കാട് പുതുനഗരത്ത് കഴിഞ്ഞ 15 വർഷമായി തുടർച്ചയായി പ്രവർത്തിക്കുന്ന ജിം അടുത്തിടെയാണ് മോടി പിടിപ്പിച്ചത്. ഈ നവീകരണത്തിന് ശേഷമാണ് പൂർണ്ണമായും ഇസ്ലാം ഫ്രണ്ട്ലി ആക്കുന്ന തരത്തിലുള്ള വലിയൊരു മാറ്റം കൊണ്ടുവരുന്നതെന്നാണ് ജിം ഉടമസ്ഥനായ നവാസ് മുത്തൂറ്റി തൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലൂടെ അറിയിച്ചത്. പൂർണ്ണമായി ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് മാത്രമായിരിക്കും ഈ ജിംനേഷ്യം പ്രവർത്തിക്കുകയെങ്കിലും നിയമങ്ങൾ കൃത്യമായി അനുസരിക്കാൻ തയ്യാറുള്ള എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഇവിടെ പ്രവേശനം നൽകുമെന്നും ഉടമ പറയുന്നു.